എല്ലാ മാന്യ പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കേരളത്തിലിപ്പോൾ CPM തോൽവിയുടെ കാരണം കണ്ടുപിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. പക്ഷേ അവർക്ക് ഒരു ശരിയായിട്ടുള്ളൊരു കാരണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കവിതയുണ്ടല്ലോ, അടുത്ത് നിൽപ്പോരെ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യമെന്ന് ഉള്ളൂരാന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്. അതായത് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ഈ തോൽവിയുടെ കാരണം തൊട്ടടുത്ത് നിൽപ്പുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും അത് പറയാൻ പേടിയാണ്, അത് അങ്ങോട്ട് നോക്കാൻ പോലും പേടിയാണ്. അപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി സകല നേതാക്കളും കൂടിയിരുന്ന് തലപോകയ്ക്കുകയാണ് ഇതിൻ്റെ കാരണം, തോൽവിയുടെ കാരണം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ശരിക്കുമുള്ള കാരണഭൂതൻ തൊട്ടടുത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിനെ മാത്രം ഇവരാരും കാണുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു, പാർട്ടി ശരിക്കും ഇതിൻ്റെ പാർട്ടി അന്ന് അസലായി തോറ്റുന്നു, ശരിക്കും തോറ്റുന്നു, എന്തോ ഒരു വേർഡ് ഉച്ചരിച്ചു. പാർട്ടി മാന്യമായി തോറ്റു, അതിൻ്റെ കാരണം കൂലങ്കഷമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കും, ഏത് നടപടിയായാലും അത് പരിഹരിക്കും എന്നും പറഞ്ഞിട്ട് പോയ ഗോവിന്ദൻ മാഷ് സംസ്ഥാന കമ്മിറ്റി വന്നപ്പോഴത്തേക്കും സായിപ്പിൻ്റെ മുന്നിൽ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ കണക്ക് പിണറായിയുടെ മുന്നിൽ വന്നപ്പോഴത്തേക്കും പഞ്ചകൊച്ച് മടക്കി. കേരളത്തിലുള്ള CPM ഇവരുടെ ഘടകകക്ഷികളും സകലരും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും മുഖ്യമന്ത്രിക്ക് പത്രക്കാരോടുള്ള സമീപനം, ജനങ്ങളോടുള്ള സമീപനം, മൈക്കിനോടുള്ള സമീപനം, ഇതൊക്കെ കാരണമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് ഇന്ന് പത്രക്കാരോട് ഈ തെറ്റുതിരുത്തൽ ചർച്ച കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത്, എന്തോ തിരുത്തേണ്ടത്, മുഖ്യമന്ത്രിക്ക് എന്തോ തിരുത്താനിരിക്കുന്നത്, മുഖ്യമന്ത്രി എന്തോ തിരുത്തണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ നോക്കി. എന്നാൽ രാമായണം മുഴുവൻ വായിച്ച് കേൾപ്പിച്ചിട്ട് അവസാനം സീതരാമൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ വാവളിക്കുന്ന അവസ്ഥയാണ് ഗോവിന്ദൻ മാഷിൻ്റെ ഇരിക്കുന്നത്. സകല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ ഒന്നുമില്ലാത്ത കുറേ കാരണങ്ങൾ നിരത്തി, അന്തരീക്ഷത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിരത്തിയിട്ട് അതിനെ ചൊല്ലി അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പാർട്ടിക്ക് ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള സമീപനം ശരിയല്ലെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധരിച്ച ചർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ഈ വരവരുന്ന വഴി എന്ന പങ്ക്തിയിൽ നമ്മൾ വരയ്ക്കുന്നത്. അതായത് ഇവർ തലകുത്തി മറിഞ്ഞ് തല പോഞ്ഞ് ചിന്തിച്ചിട്ടും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിനെല്ലാം കാരണഭൂതൻ അരികത്തുണ്ട് താനും. അദ്ദേഹത്തിനോട് നേരെ നോക്കാനോ അദ്ദേഹത്തിൻ്റെ പേരുച്ചരിക്കാനോ ഇവർക്ക് ആർക്കും ധൈര്യമില്ല. അപ്പോൾ അതാണ് ഈ CPMൻ്റെ ഈ ഒരു കപട നാടകം എന്ന് വേണം നമുക്ക് പറയാം. ഈ കപട നാടകത്തിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വരവരുന്ന വഴി എന്ന പങ്ക്തിയിൽ നമ്മൾ പരാമർശിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. കാരണഭൂതൻ ഒരൊറ്റ തിരിപ്പുണ്ട്. പക്ഷെ ആർക്കും അദ്ദേഹത്തിനോട് നേരിട്ട് ഒന്ന് സംസാരിക്കാനോ അദ്ദേഹത്തിനെ പറ്റി പറയാനോ പറ്റത്തില്ല. എല്ലാവരും തലപോഞ്ഞ് ആലോചിക്കുകയാണ് തോൽവിയുടെ കാരണം. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.